ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്ക് പാക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 37 ആഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴൊന്നല്ല, കുറച്ചും കൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. എന്തിനേയും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ടൈം കിട്ടിയത്. നമ്മുടെ സെക്കൻഡ് പ്രഗ്നൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ എന്തൊക്കെ വേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അപ്പോൾ ഗായ്സ്, ഇതെല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ ബാഗിലോട്ട് വെച്ചാൽ മതി. അത്യാവശ്യം കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. ഇതിലോട്ട് ഇനിയും വെക്കാനുണ്ട്. അപ്പം നമുക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല. എന്തായാലും 37 വീക്കായല്ലോ, കുറച്ചും കൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ടൈം കിട്ടിയത് കേട്ടോ. അത്യാവശ്യം നല്ല ഉറക്കമാണ്. അതുകൊണ്ട് ഞാൻ ആംഗ്യ ഭാഷയിലാണ് എല്ലാം കാണിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ഇതേ ഈ ഒരു ബാഗാണ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാഗ് തന്നെ കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായി മേടിച്ചതാണ്. 200 അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് എടുക്കുന്നത് ടവൽസ് കേട്ടോ. ടർക്കി, ബേബി ടർക്കീസ് ഇല്ലേ, ക്യാപ്പൊക്കെ വരുന്ന ടൈപ്പ് ബേബി ടർക്കിയാണ്. 2 എണ്ണം എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടർക്കി തന്നെയാണ് എടുക്കുന്നത്. ഇതും ഞാൻ ഓൺലൈനായി മേടിച്ചതാണ് കേട്ടോ. എന്തായാലും ഇത് ഭയങ്കര യൂസ്ഫുള്ളാകും. കാരണം കൊച്ച് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഭയങ്കര ചൂടായിട്ടാണ് കിടക്കുക. സോ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ഭയങ്കര ചൂടിൽ തന്നെ കൊച്ചിനെ വെക്കണം റാപ്പ് ചെയ്തിട്ട്. അതുകൊണ്ട് അത് 2 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് വൈറ്റ് ക്ലോത്ത് കട്ട് ചെയ്ത് ഫസ്റ്റ് അത് അലക്കി പിന്നെ കുഞ്ഞു ഇതായി കട്ട് ചെയ്ത് പിന്നെ നമ്മളത് അയൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നല്ല വൃത്തിക്ക് മടക്കി ഒരു കവറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. സോ അതും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം കേട്ടോ. ഇതെന്തായാലും യൂസ്ഫുള്ളാകും കൊച്ചുങ്ങൾക്ക്. അപ്പോൾ ഇതും എടുക്കാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ. പിന്നെ ഇത് അല്ലാത്ത ക്ലോത്ത്, കോട്ടൻ്റെ കളർ ക്ലോത്തുകൾ, ഇതും അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അലക്കി ഉണക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതും 2 എണ്ണം ഞാൻ ഇതിലോട്ട് വെക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്ര എടുത്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും അത്യാവശ്യം എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇത് അത്തൂസിൻ്റെ കാര്യത്തിൽ ആവശ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതേ 2 ഡ്രൈ ഷീറ്റുകൾ എടുക്കുന്നുണ്ട്. ഇതെന്തായാലും യൂസ്ഫുൾ ആകും. കാരണം കൊച്ചു യൂറിൻ പോയാലും എല്ലാം ബെഡിലോട്ടാവാതെ ഇത് തന്നെ അബ്സോർവ് ചെയ്ത് അങ്ങോട്ട് എടുത്തോളും. സോ ഈ ഒരു ഡ്രൈ ഷീറ്റ് 2 എണ്ണം എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് മീഡിയം സൈസ് നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഓൺലൈനായി മേടിച്ച് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളും അത് വേണമെങ്കിൽ ലിങ്ക് താഴെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ അതേ ചെറിയ ജബലാസും ബൂട്ടീസും മെറ്റൽസും ഒക്കെ എടുത്തിട്ടുണ്ട്. കുഞ്ഞു ജബലാസില്ലേ, കെട്ടുടുപ്പുകൾ, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ കളറിലും എടുത്തിട്ടുണ്ട്. ആകെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത്. പിന്നെ ഫുൾ കൈ വരുന്ന ബനിയൻ ടൈപ്പ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാവോ എന്ന് ചിലവർ താഴെ കമൻറ്റ് ചെയ്യും. സോ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ലോങ് ആണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ തന്നെ സെറ്റാക്കിയിട്ട് എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ആ സമയത്ത് ഓടി പിടിക്കാനൊന്നും വയ്യ. പിന്നെ അതുമല്ല, ഹോസ്പിറ്റലിലാവുമ്പോൾ അലക്കാനുള്ള ആ ഒരു സൗകര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് റിസീവിങ് ടവൽസ് ആണ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റിസീവിങ് വൈറ്റ് ടവൽ, അതായത് കൊച്ചിനെ ആദ്യമായിട്ട് നമ്മുടെ ബേബിനെ കയ്യിലോട്ട് തരുമ്പോൾ മേടിക്കാനുള്ള ആ ഒരു വൈറ്റ് കളർ ടവൽസ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ലിങ്ക് വേണ്ടവർക്കും ഞാൻ താഴെ കൊടുത്തേക്കാം. അതിൽ തന്നെ റോസ് കളറിൽ കാണുന്നത് ടവൽ തന്നെ കേട്ടോ. അപ്പോൾ ടവൽ തന്നെ ഇപ്പോൾ 4 എണ്ണമായി. അതെന്തായാലും ഇരിക്കട്ടെ, നല്ല മഴക്കാലല്ലേ, അപ്പോൾ ഇത്തിരി അത്യാവശ്യം ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പിന്നെ വൈപ്സ് ആണ് എടുക്കുന്നത്. ഇത് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ട്, വീട്ടിലേക്ക് വന്നാൽ അത് യൂസ് ആക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ വൈപ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഡൈപ്പറും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. പക്ഷേ അത് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഗായ്സ്. ഇല്ലെങ്കിൽ നമുക്ക് മേടിച്ച് വെക്കാമല്ലോ, ടൈം ഉണ്ടല്ലോ, കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ വരുന്നത് ബേബി സ്ലീപ്പിംഗ് ബെഡാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു സാധനം തന്നെയാണ്. കാരണം കൊച്ചുങ്ങളെ എടുക്കാൻ അറിയാത്തവർക്കൊക്കെ എടുക്കാൻ എളുപ്പത്തിൽ ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കൊച്ചിനെ അങ്ങോട്ട് വെച്ചാൽ മതി. പുള്ളി അതിൽ കിടക്കുകയും ചെയ്തോളും, നമുക്ക് ഈസിയായി പിടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ബെഡായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മേടിച്ച് വയ്ക്കുന്നത് യൂസ്ഫുള്ളായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മേടിച്ചോളൂ. കാരണം താഴെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മോസ്കിറ്റോ നെറ്റുള്ള ബെഡാണ്.
എന്തായാലും കൊതു നല്ല പോലെ ഉണ്ടാവും. ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും ഇവന്മാരെ ചിലപ്പോൾ കണ്ണിൽ കാണാത്ത കൊതുകുകൾ പോലും ഉണ്ടാവും. അപ്പോൾ കൊച്ചിനെ വന്ന് കടിക്കാനുള്ള സാധ്യത ഏറെയാണെന്നല്ല, ഭയങ്കര ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എനിക്കുള്ള സാധനങ്ങളാണ്. അത് ഈ ചെറിയ ബാഗിനുള്ളിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് സാധനമൊന്നും ഞാൻ വെക്കുന്നില്ല. നിങ്ങൾ തന്നെ ചിലപ്പോൾ ഞെട്ടും, ഇത്ര സാധനങ്ങളേ ഉള്ളൂ എന്ന്. ഇത്രയും മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് വലിച്ചു വാരി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ബാഗും ട്രോളി ബാഗും ഇതിനായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ മേടിക്കുന്നത്. അത് കുറച്ച് ഓവർ ചിലവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതേ നെയ്റ്റി മുന്നിൽ ഇങ്ങനെ ഓപ്പൺ ഉള്ള നെയ്റ്റി ആയിട്ടാണ് വയ്ക്കുന്നത്. അതൊരു 2 നെയ്റ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഓപ്പൺ നെയ്റ്റി 1 എടുത്തിട്ടുണ്ട്. കാരണം പെട്ടെന്നൊക്കെ സി സെക്ഷൻ ആണെങ്കിൽ നമുക്കത് ഇടാൻ എളുപ്പത്തിലാണ് ഫുൾ ഓപ്പൺ നെയ്റ്റി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്കേർട്ട്, അപ്പോൾ അതും കൂടി എടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ ഒരു കോട്ടൻ്റെ സാരി എടുത്തിട്ടുണ്ട് വലുത്. അതവർ വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ചോദിക്കാതിരിക്കില്ല. സോ അതും കൂടി ഞാൻ അതിനുള്ളിലോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ബെഡ്ഷീറ്റും കൂടി വെക്കുന്നുണ്ട്. ഇനി ഇതല്ല, കുറച്ചും കൂടി നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റ് വെക്കണം. കാരണം എനിക്ക് പ്രസവം കഴിഞ്ഞാൽ വറയിൽ വരും, അതുകൊണ്ട് പുതച്ച് കിടക്കാനേ. പിന്നെ 2 മെറ്റർനിറ്റി പാഡ്സ് നല്ല വലിപ്പമുള്ള തന്നെ എക്സൽ ടൈപ്പ് തന്നെയാണ് എടുക്കുന്നത്. അത് 2 എണ്ണം വെക്കുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാകും. കാരണം നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവുമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഇത് 2 മെറ്റർനിറ്റി പാഡ്സ് കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വെക്കുന്നത്. ഇനി നമുക്ക് ബാഗ് അങ്ങോട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് ചെപ്പൽസാണ്. ഞാൻ ഹോസ്പിറ്റലിട്ട് നടക്കാൻ വേണ്ടിയിട്ട് 2 ചെപ്പലും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണത്. ഇതിന് അധികമൊന്നും ആയിട്ടില്ല, 100 അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ചെപ്പലും കൂടി ആ ബാഗിൻ്റെ സൈഡിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാർജർ കാര്യങ്ങളൊക്കെ ആ സൈഡിനകത്ത് ഉണ്ട് കേട്ടോ, ഓൾറെഡി ആ ബാഗിൻ്റെ സൈഡിലുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ എടുക്കാനും മറക്കണ്ട. പിന്നെ എടുക്കാൻ മറക്കാത്തൊരു സാധനം നമ്മുടെ ഹോസ്പിറ്റൽ ഫയൽ തന്നെയാണ്. ഇനിയിപ്പോൾ അതൊന്നും എടുത്തില്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഫയലും കൊണ്ടെങ്കിൽ നിങ്ങൾ പ്രസവത്തിന് വരുമ്പോൾ പോകണം. കാരണം നമ്മുടെ തുടക്കം മുതലുള്ള ബ്ലഡ് ടെസ്റ്റ് ആയിക്കോട്ടെ, സ്കാനിങ് റിപ്പോർട്ട്സ് ആയിക്കോട്ടെ, ഡോക്ടറെ കണ്ട ഓരോ വിസിറ്റിൻ്റെ പേപ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാം അതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പേഴ്സും അതിനുള്ളിൽ ഐഡൻറ്റിറ്റി കാർഡ് കാര്യങ്ങൾ, പിന്നെ ATM കാർഡ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ആ ഒരു പേഴ്സിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ആ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ചാർജറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, എന്തായാലും പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്നുമല്ല, നമുക്ക് ഫ്ലാസ്ക് വേണം, ഗ്ലാസ്, പ്ലേറ്റുകൾ, സോപ്പ്, തോർത്ത്, ബക്കറ്റ്, കപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ മറ്റേ കൊട്ടയ്ക്കുള്ളിൽ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ പാൻറ്റീസും കാര്യങ്ങളും അതേപോലെ ഫീഡിങ് ബ്രാസൊക്കെ ഞാൻ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്, അതും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു 2000 ഉള്ളിലായിട്ടുള്ളൂ കുറച്ച് സാധനങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെന്നു ചെക്ക് ചെയ്തോളൂ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേ നമ്മുടെ വാവ വരാനുള്ള വെയിറ്റിങ്ങിലാണ് ഇനി കേട്ടോ. അപ്പോൾ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, ചിലപ്പോൾ ഇന്നോ നാളെ ആയിട്ട് പെയിൻ വരാം, ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പെയിൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് മൺഡേ ഒരു ചെക്കപ്പും കൂടി ഉണ്ട്. അപ്പോൾ ബൈ.